ഇന്ന് ഞാൻ ATMൽ പൈസ എടുക്കാൻ പോയ സമയത്ത് 2 കപ്പിൾസ് ATMനുള്ളിൽ നിൽപ്പുണ്ട്. ഒരു കപ്പിൾസ് ATMനകത്ത് നിൽപ്പുണ്ട്. ഞാൻ വന്ന് നിന്ന് അവർ കയറി പൈസ എടുക്കാനായിട്ട്. വലിയ ഏജിലൊന്നും അല്ല കേട്ടോ, ഏജിലല്ലാത്ത ഭാര്യ ഭർത്താക്കന്മാർ പൈസ എടുക്കാൻ കയറി. കാർഡ് ഇട്ട് പാസ്വേഡ് എന്തൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ, പാസ്വേഡൊക്കെ ഇട്ട്. പാസ്വേഡ് തെറ്റാണെന്ന് തോന്നുന്നു, എററാണെന്ന് തോന്നുന്നു, നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്താണ് സംഭവം. വീണ്ടും എക്സിറ്റ് അടിച്ച് കാർഡ് എടുക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെ രണ്ടുപേരും കൂടെ അതിനകത്ത് ആലോചിക്കുന്നു. ഒരു മെഷീനുള്ളൂ ഇടാനകത്ത്. അപ്പോൾ എൻ്റെ ബാക്കിൽ ഇങ്ങനെ ആൾക്കാർ ക്യൂ ആയിട്ട് ആയി. ഒരു 3 അടുപ്പിച്ച് ബാക്കിലുണ്ട്. ഒരു അമ്മ നിൽപ്പുണ്ട്. അപ്പം ഇവരതിനകത്ത് നിന്ന് വീണ്ടും കാർഡ് ഇടുന്നു. ഭാര്യയും ഭർത്താക്കും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോട് മുഖം നോക്കുന്നു, എന്തൊക്കെയോ ആലോചിക്കുന്നു. വീണ്ടും ഇട്ട് കുത്തുന്നു, ശരിയാവുന്നില്ല. എടുക്കുന്നു. അതിനിടയിൽ കൂടെ വീണ്ടും പെണ്ണും പിള്ള അതിനകത്തിരിക്കുന്ന പെണ്ണ് വീണ്ടും മൊബൈലെടുത്ത് എന്താ പറയുക, കുറച്ച് പഴയ ആൾക്കാരാണെങ്കിൽ ശരി, അവർക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. ഇത് എനിക്ക് തോന്നുന്നു പെൺകുട്ടിക്ക് ഒരു 26 വയസ്സ് 25 വയസ്സ് തോന്നിക്കും, പയ്യനൊരു 30 റേഞ്ച് തന്നെ. രണ്ടുപേരെയും കൂടെ അതിനകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എന്തൊക്കെയാണ് സംസാരിക്കുന്നത്. എന്നിട്ട് ഇവർ പുറത്ത് എത്ര പേര് നിൽക്കുന്നുണ്ട് എന്ന് തിരിഞ്ഞു നോക്കേണ്ട ബോധം പോലും ആ 2 സാധനങ്ങൾക്കും ഇല്ല. ഇതേപോലെ അനുഭവം നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും. എനിക്കിന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ദേഷ്യം തോന്നി. അല്ലെങ്കിൽ ആൾക്കാർ, എനിക്ക് ബുദ്ധിമുട്ടില്ല, കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. ബാക്കിലൊരു അമ്മ നിൽപ്പുണ്ട്. അവർക്ക് എവിടെയൊക്കെ പോകേണ്ട ആവശ്യങ്ങളായിരിക്കും. വീണ്ടും കാർഡ് ഇടുന്നു. പിന്നെ അതിനിടയിൽ കൂടെ ആ പെണ്ണ് ആരെയൊക്കെ വിളിക്കുന്നു ഫോണിൽ. എന്തോ ആരെ വിളിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. വിളിച്ചിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് കാർഡ് ഇടുന്നുണ്ട്. എന്നിട്ട് എന്തൊരു കുത്തുന്നു, എന്തൊക്കെ അടിച്ചിട്ട് വീണ്ടും എന്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാവുന്നില്ല. വീണ്ടും അവിടെ അങ്ങനെ ഒരു 5 മിനിറ്റോളം അങ്ങനെ പോകുന്നു. പഠിപ്പും വിവരം ഇല്ലാത്ത ആൾക്കാരൊന്നുമല്ല, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കുറച്ച് എഡ്യൂക്കേഷൻ ആയിട്ടുള്ളവർ എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. എന്നിട്ട് ഒരല്പം ബോധം വേണ്ടേ അതിനകത്ത് നിൽക്കുമ്പോൾ പുറത്തെ ആൾക്കാരുടെ. എന്നിട്ട് അതിനകത്ത് നിന്നിട്ട് പുറത്തോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തോന്ന് ആൾക്കാരാണ് അങ്ങനെ എല്ലാം കൂടെ വട്ടുപിടിച്ച്. ഇത് ATMലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരാളിന് കുറഞ്ഞതൊരു 3 മിനിറ്റ് ടൈം കൊടുക്കുക. ഒരു കാർഡിട്ട് 3 മിനിറ്റ്. അത് കഴിഞ്ഞ് ഈ ടൈം ഔട്ട് ആവുന്ന എന്തൊക്കെ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതുപോലത്തെ ഒരു സിസ്റ്റം ഇവർ കൊണ്ടുവരണം. ഒരു കാർഡ് ATMൽ 3 മിനിറ്റേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഇവർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതേപോലത്തുള്ള ആൾക്കാരുടെ കുറച്ച് കൊഴുപ്പങ്ങ് കുറയും. അല്ലെങ്കിൽ ഇവർ മറ്റേ കുടുംബ സ്വത്ത് പോലുള്ള അതിനകത്ത് കയറി നിന്നിട്ട് ഈ കോപ്രായങ്ങളൊക്കെ മൊത്തം കാണിക്കുന്നത്. അത് പുറത്തുനിന്ന് പൊട്ടന്മാരെ പോലെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷേ ആർക്കും വാതൊന്നും പറയാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷനായിപ്പോയി. അങ്ങനെ ആയിപ്പോയി. ഇത്രയും ബുദ്ധിയില്ലാത്ത പിള്ളേരെയൊക്കെ എങ്ങനെയാണ് അവനി അങ്ങോട്ട് ജീവിക്കാൻ പോകുന്നത്? മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കാതെ ഇവരെന്ത് ആൾക്കാരാണെന്തോ. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ശ്രദ്ധിക്കുക. ATMൽ പൈസ എടുക്കാൻ പോകുമ്പോൾ മാക്സിമം പെട്ടെന്ന് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ പാസ്വേഡ് മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ആരുടെയെങ്കിലും, നമ്മളെ വീട്ടിൽ വൈഫോ അല്ലെങ്കിൽ അമ്മയോ ആരുടെയെങ്കിലും ഒന്ന് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ പോരെ. ഞാൻ എൻ്റെ ATMൻ്റെ പിൻ നമ്പറൊക്കെ മൊബൈലിൽ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. അങ്ങനെ അതുപോലെയൊക്കെ സേവ് ചെയ്യുക. എന്നിട്ട് മറ്റുള്ളവരെ മാക്സിമം ബുദ്ധിമുട്ടിപ്പിക്കാതെ പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ആൾക്കാരുടെ പ്രാക്കും തെറിവിളിയും എല്ലാം കേൾക്കേണ്ടി വരും നിങ്ങളകത്ത്. നിങ്ങളൊന്നും അറിയുന്നില്ലായിരിക്കും, പുറത്തുനിന്ന് എല്ലാവരും മനസ്സിൽ നിങ്ങളെ തെറി വിളിക്കുന്നുണ്ടാവും. അതുകൊണ്ട് കോപ്പുകളെ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ കെട്ടിയിട്ട് ഇങ്ങനത്തെ മണ്ടത്തരങ്ങളൊന്നും കാണിച്ചുകൊണ്ട് നടക്കല്ലേ. ഇപ്പോഴേ ഇനി മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണോ എന്തോ. ഇടയ്ക്ക് പിന്നിലോട്ടൊക്കെ തിരിഞ്ഞു നോക്കുക, എന്നാലേ സത്യാവസ്ഥകൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ല നേരെ വെച്ച് നടന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ മണ്ടത്തരങ്ങളൊക്കെ കാണിക്കേണ്ടി വരും ഇനിയും പോയി. ഇത്രയൊക്കെ തന്നെ, വേറൊന്നും പറയാനില്ല. ഗതികേട്, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യേ.